ആദ്യഘട്ട വോട്ടെടുപ്പ് ഈ വരുന്ന 19-ാം തീയതിയാണ്. അതായത് ഇനി 8 ദിവസം തികച്ചില്ല. അര ദിവസം കഴിഞ്ഞല്ലോ, 7.5 ദിവസമേ ഉള്ളൂ. നോക്കാം നമുക്ക് ചില കണക്കുകൾ. എപ്പോഴാണ് വോട്ടെടുപ്പ്, എത്ര ലോക്സഭാ സീറ്റുകൾ, എത്ര സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ ഇക്കുറി മത്സര രംഗത്തുണ്ട്, ആ കണക്കുകളിലേക്ക് നമ്മളൊരു ക്വിക്ക് ആയിട്ടുള്ള ഒരു റെഫറൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ 19-ന് 1-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നു. 39 ലോക്സഭാ സീറ്റുകളിലായി വിധി തേടുന്നത് 950 സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ഈ 950 പേരിൽ ആരൊക്കെ, ഏത് മുന്നണിയുടെ ആളുകൾ വിജയിച്ചു വരും? ഓരോ മുന്നണിയിലും ഏതൊക്കെ പാർട്ടികളാണ് ഇപ്പോഴുള്ളത്? തമിഴ്നാട്ടിലെ സഖ്യങ്ങളും ധാരണകളും ഒക്കെ മാറി മറിഞ്ഞ് ഏറ്റവും ഒടുവിൽ പോൾ പൊസിഷൻ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നോക്കൂ. നമുക്ക് ആദ്യം ഇന്ത്യ മുന്നണിയിലേക്ക് വരാം. ഇന്ത്യ മുന്നണിയിൽ ഉള്ള കക്ഷികളെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടു കാണും. അതിൽ DMK ഉണ്ട്, KMDK ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPI ഉണ്ട്, CPIM ഉണ്ട്, VCK ഉണ്ട്, IUML ഉണ്ട്, MDMK ഉണ്ട്. ഇത്രയും വായിച്ചു വരുമ്പോൾ ഇതെന്താണ് ഈ KMDK എന്ന് ഒരു പക്ഷേ തോന്നിയേക്കാം അല്ലേ? പാർട്ടിയുടെ പതാകയും ഒക്കെ കണ്ടു കഴിയുമ്പോൾ അത് കൊങ്കുനാട് മക്കൾ ദേശീയ കച്ചി, അതാണ് KMDK. അപ്പോൾ KMDKയുടെ ഫുൾ ഫോം അറിയാത്തവർക്ക് കൊങ്കുനാട് മക്കൾ ദേശീയ കച്ചി എന്നതാണ് KMDK. ബാക്കിയെല്ലാം നമുക്ക് പരിചിതമായ പാർട്ടികളാണ്. അതിൽ VCK വിടുതലൈ ചിരുതൈകൾ എന്ന കക്ഷിയാണ്. വിടുതലൈ ചിരുതൈകളും അപ്പോൾ KMDKയുമാണ് ഇതിൽ പേര് കൊണ്ട് കൂടുതൽ സ്ട്രൈക്കിംഗ് ആയി നിൽക്കുന്നത്. MDMKയെ കുറിച്ച് അറിയാം, മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം, അതാണ് MDMK. അപ്പോൾ ഇത്രയും പാർട്ടികൾ ചേർന്നുകൊണ്ടാണ് ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ അംഗത്തിനിറങ്ങുന്നത്. നോക്കൂ, 8 പാർട്ടികൾ ചേർന്നിട്ടുള്ള വലിയ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ മുഴുവൻ സീറ്റുകൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിൽക്കുന്നത്. NDAയിൽ ആരൊക്കെയുണ്ട് എന്ന് കൂടി നോക്കാം. ഈ 39 സീറ്റ് തന്നെയാണ് NDAയുടെ ലക്ഷ്യം. NDAയ്ക്കൊപ്പം 4 പാർട്ടികളാണുള്ളത്. BJP, PMK, TMCM, AMMK എന്നീ പാർട്ടികളാണുള്ളത്. അതിൽ BJPയും PMKയും നേരത്തെ തന്നെ, പാട്ടാളി മക്കൾ കക്ഷിയും നേരത്തെ തന്നെ സഖ്യത്തിലായി. അതിനുശേഷമാണ് TMCM, തമിഴ് മാനില കോൺഗ്രസ് മൂപ്പനാർ വിഭാഗമാണ് TMCM. AMMK എന്ന് പറയുന്നത് അമ്മ മക്കൾ മുന്നേറ്റ കഴകം എന്ന പാർട്ടിയാണ്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു സഖ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യ മുന്നണിയെ കണ്ടു, NDA കണ്ടു. ഇനി അവിടെ ഒരു കാലം അടക്കി വാണിരുന്ന നമ്മുടെ സ്വന്തം ജയലളിതയുടെ പാർട്ടിയും സഖ്യവും ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. അണ്ണാ DMKയുടെ സഖ്യത്തിൽ ആരൊക്കെയാണുള്ളത്? AIADMK, PT, SDPI, DMDK എന്നിവരാണ് ഉള്ളത്. PT എന്ന് പറയുന്നത് പുതിയ തമിഴകം എന്ന പാർട്ടിയാണ്. SDPI അറിയാമല്ലോ. DMDK എന്ന് പറയുന്നത് ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം, DMDK. അങ്ങനെ ഈ 4 കക്ഷികൾ ചേർന്നിട്ടുള്ള അണ്ണാ DMKയുടെ സഖ്യവും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ആരായിരിക്കും ഇത്തവണ വാഴുക? തമിഴ്നാട്ടിൽ 39ഉം തൂത്തുവാരാൻ സ്റ്റാലിനും കൂട്ടർക്കും കഴിയുമോ? അതായത് ഇന്ത്യ മുന്നണിക്ക് കഴിയുമോ? അതോ സൗത്ത് പിടിക്കുമെന്ന് പറയുന്ന NDA ആണോ? അതോ അണ്ണാ DMK ഒരു വലിയ തിരിച്ചുവരവ് നടത്തുമോ? 2014 ആവർത്തിക്കുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. 2014 പോൾ പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2014 തെരഞ്ഞെടുപ്പ് ഫലം AIADMK ജലലതയും കൂട്ടരും 37 സീറ്റുകളാണ് സ്വന്തമാക്കിയത്. BJP 1 സീറ്റ്, PMK 1. അങ്ങനെയായിരുന്നു 2014 കണക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. 2019 ആകുമ്പോഴേക്കും ഇത് നേരെ മറിയുകയാണ്. അന്ന് നേടിയതിൻ്റെ അടുത്തുപോലും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ DMKയുടെ ഒരു തിരിച്ചുവരവ് നമ്മൾ കാണുകയാണ്. അത് സംസ്ഥാന രാഷ്ട്രീയത്തിലും അവർ ആവർത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DMK 23 സീറ്റുകളാണ് 2019 മോദി തരംഗം ആഞ്ഞു വീശിയപ്പോൾ DMK സ്വന്തമാക്കുന്നത് 23 സീറ്റുകൾ. കോൺഗ്രസിനുണ്ട് 8 സീറ്റുകൾ, CPI 2, CPIM 2, മുസ്ലിം ലീഗ് 1. രാമനാഥപുരം സീറ്റാണ് മുസ്ലിം ലീഗിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് വോട്ട് വിഹിതം അല്ലെങ്കിൽ സീറ്റ് പൊസിഷൻ 2019 വെച്ച് നിൽക്കുന്നത്. ഇനി നമുക്ക് എത്ര ശതമാനം വോട്ടുകൾ ഈ പാർട്ടികളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു 2014 നിന്ന് 19 വരുമ്പോൾ അതെങ്ങനെയാണ് മാറി മറിഞ്ഞതെന്ന് നോക്കാം. 2014 കണക്കിതാ വന്നു കഴിഞ്ഞു. അണ്ണാ DMKയ്ക്ക് 44.9% വോട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. NDAയ്ക്ക് 18.8% മാത്രവും. 2019 ആകുമ്പോഴേക്കും പക്ഷേ ഇത് നേരെ മറിയുകയാണ്. അവിടെ UPAയും NDAയും തമ്മിലുള്ള വോട്ടന്തരം എന്ന് പറയുന്നത് മാറുകയാണ്. NDAയ്ക്ക് നില മെച്ചപ്പെടുത്താൻ കഴിയുന്നുണ്ട്, പക്ഷേ ആ സഖ്യം എന്ന് പറയുന്നത് പൊളിയുകയാണ്. UPAയ്ക്ക് 53.8% വോട്ടുകൾ നേടാൻ കഴിയുമ്പോൾ NDA 30.7 ഒതുങ്ങുകയാണ്. ഇത്തവണ എങ്ങനെയായിരിക്കും അവിടുത്തെ സാധ്യതകൾ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ചും അണ്ണാമലയെ രംഗത്തിറക്കി നടത്തുന്ന ആ ഒരു യാത്ര അത് വിജയത്തിലേക്ക് എത്തുമോ, എത്ര വോട്ടായി മാറും, അതാണ് അറിയേണ്ടത്. അഭിപ്രായ സർവേകളൊക്കെ നൽകുന്ന സൂചനകൾ എന്താണെന്ന് നോക്കാം. 2 അഭിപ്രായ സർവേ ഫലങ്ങളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് നെറ്റ്വർക്ക് 18-താണ്. നെറ്റ്വർക്ക് 18 39 സീറ്റിൽ DMK, കോൺഗ്രസ് ഇവർ നയിക്കുന്ന ഇന്ത്യ മുന്നണി 30 സീറ്റുകൾ സ്വന്തമാക്കുമെന്ന് പറയുന്നു. BJPക്ക് അവർ കൊടുക്കുന്നത് 5 സീറ്റാണ്. അത് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു പോൾ പൊസിഷനാണ്. അണ്ണാ DMKയ്ക്ക് 4 സീറ്റുകളും പ്രവചിക്കുന്നുണ്ട്. ഇനി ഇന്ത്യ TV CNX സർവേയുടെ ഫലത്തിലേക്കും വരാം. അവിടെയും ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് മുൻതൂക്കം കിട്ടുന്നത്. രണ്ടാമത്തെ സർവേ നടത്തിയത് ഇന്ത്യ TV CNX ആണ്. അവരുടെ സർവേ അനുസരിച്ച് 39-ൽ 30 DMK, കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്നു. അവരും BJPക്ക് 5 സീറ്റുകൾ കൊടുക്കുന്നു, അണ്ണാ DMKയ്ക്ക് 4 സീറ്റുകൾ കൊടുക്കുന്നു. ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ തമിഴ്നാട്ടിൽ ഇക്കുറി എങ്ങനെയായിരിക്കും? ഇതേ ഫലം തന്നെ ആവർത്തിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്ക് നമ്മുടെ പ്രതിനിധികളിലൂടെ കൂടുതൽ വിശദാംശങ്ങൾക്കായി അവരിലേക്ക് പോകാം.
ഇക്ബാൽ അറക്കലും വി എസ് രഞ്ജിത്തുമാണ് ചേരുന്നത്. ആദ്യം ഇക്ബാൽ അറക്കലിലേക്ക് ഞാൻ പോകുന്നു. ഇക്ബാൽ അറക്കൽ, ഇന്ത്യ മുന്നണിക്കാണ് 2 സർവേകളും സാധ്യത കൽപ്പിക്കുന്നത്, എന്ത് തോന്നുന്നു? ഇനി തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ആണ് ബാക്കിയുള്ളത്. വലിയ രീതിയിൽ ഈ തമിഴക രാഷ്ട്രീയം ഇളകി മറിയുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 39ൽ 38 സീറ്റും തൂത്തുവാരി വലിയൊരു മുന്നേറ്റമാണ് DMK തമിഴ്നാട്ടിൽ നടത്തിയത്. അത് തുടരാൻ തന്നെയാണ് DMK ഇത്തവണയും രംഗത്ത് ഇറങ്ങുന്നുള്ളത്. വലിയ രീതിയിൽ അവർ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ അവരുടെ എല്ലാം ഒരു പ്രതീക്ഷയുള്ളത് ഒരു ഭാഗത്തും വലിയ രീതിയിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഇത്തവണ മുഴുവൻ സീറ്റുകളും നേടാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് DMK ഉള്ളത്. 10 ഇടങ്ങളിലാണ് ഈ DMK മുന്നണിക്ക് കീഴിൽ 10 ഇടങ്ങളിൽ കോൺഗ്രസും 2 സീറ്റ് വീതം CPM-ഉം CPI-യും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാം മത്സരിക്കുന്നുണ്ട്. ഈ സീറ്റുകളെല്ലാം വലിയ രീതിയിൽ ഒരു വിജയ പ്രതീക്ഷയിലാണ് DMK ഉള്ളത്, ഇന്ത്യ മുന്നണി ഉള്ളത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട തേനി കൂടി സ്വന്തമാക്കിക്കൊണ്ട് ഇത്തവണ 39 സീറ്റും തമിഴ്നാട്ടിൽ തൂത്തുവാരണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് DMK മുന്നണി ഇത്തവണ പ്രവർത്തിച്ചു വരുന്നത്. ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് DMKക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തമിഴ്നാട്ടിൽ ഒരു വെല്ലുവിളിയുള്ളത്, ഈ നീലഗിരി, കോയമ്പത്തൂർ പോലുള്ള മേഖലകളിൽ. പക്ഷേ അവിടെയെല്ലാം വലിയ രീതിയിൽ മുതിർന്ന നേതാക്കളെ തന്നെ ഇറക്കി പ്രചരണം നടത്തിക്കൊണ്ട് ആ ഭാഗത്തും വലിയ രീതിയിൽ സ്വാധീനം ഉറപ്പിച്ച് ഇത്തവണയും ആ സീറ്റുകളെല്ലാം തങ്ങളുടെ പക്കൽ തന്നെ നിലനിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് DMK മുന്നണിയുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അണ്ണാ DMK 2019-ൽ പിറകോട്ട് പോയൊരു കാര്യമാണ്. നേരത്തെ 2014 തിരഞ്ഞെടുപ്പിലെല്ലാം ഏറെ മുന്നിൽ നിന്നിരുന്ന അണ്ണാ DMK 2019ലേക്ക് എത്തുമ്പോഴും ഏറെ പിറകോട്ട് പോയി ഒരു സീറ്റിലേക്ക് മാത്രം ചുരുങ്ങുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അവർക്ക് മുന്നോട്ട് വന്നേ സാധിക്കൂ. MGR-നെയും ജയലളിതയെയും എല്ലാം ഇപ്പോഴും ദൈവതുല്യമായി മനസ്സിലേറ്റിക്കൊണ്ട് നടക്കുന്ന തമിഴ് ജനതയ്ക്കിടയിൽ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് പോലും വിജയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അണ്ണാ DMK ഇപ്പോൾ കൂപ്പികുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്കത് മറികടക്കണമെങ്കിൽ ഇത്തവണത്തെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയേ മതിയാവൂ. DMK പോലെ തന്നെ അണ്ണാ DMKക്ക് ഇപ്പോൾ വെല്ലുവിളിയാവുന്നത് BJP ഈ തമിഴ്നാട് സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന ഒരു സ്വാധീനമാണ്. ആ ശക്തമായ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടായ ഭാഗത്തെല്ലാം അണ്ണാ DMK ദുർബലമായി വരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയെല്ലാം BJP വലിയ രീതിയിൽ ഒരു സംഘടനാ സംവിധാനം നടത്തി അവിടെയെല്ലാം കടന്നുകൂടുകയാണെങ്കിൽ അത് ഇനി ഈ ഒരു അണ്ണാ DMK എന്ന് പറയുന്ന MGR-നെയും ജയലളിതയും എല്ലാം സ്നേഹിക്കുന്ന ഒരു തമിഴകത്ത് ഈ അണ്ണാ DMK എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിയുടെ ഒരു അധപ്പതനത്തിന് അത് ചിലപ്പോൾ ഒരു വഴിയൊരുക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കേണ്ടത് അണ്ണാ DMK സംബന്ധിച്ചോളം വലിയൊരു കാര്യം തന്നെയാണ്. അവർ അതിനുള്ള ഒരുക്കത്തിലാണ്. വലിയ രീതിയിലുള്ളൊരു സ്ഥാനാർത്ഥി പടയെ തന്നെ അവർ അതിനായി ഈ തമിഴ്നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട്. 2014 പോലെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ 2024 സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് അണ്ണാ DMKയും തമിഴ്നാട്ടിലുള്ളത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വി എസ് രഞ്ജിത്ത്. നമുക്ക് പോകേണ്ട വി എസ് രഞ്ജിത്ത്, NDAയുടെ ഇത്തവണത്തെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് പരമാവധി സീറ്റുകൾ സ്വന്തമാക്കുന്നതിൽ തമിഴ്നാട്ടിൽ നിന്ന് പരമാവധി എടുക്കുക എന്നുള്ളതാണ്. എത്രയാണ് ഇപ്പോൾ? സർവേകൾ 5 പറയുന്നത്. അതിനപ്പുറത്തേക്ക് അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? പരമാവധി 5 BJPയുടെ ദേശീയ നേതൃത്വം തമിഴ്നാട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം 130 സീറ്റുകളാണ് സൗത്ത് ഇന്ത്യയിലുള്ളത്. അതിൽ കർണാടകയിൽ നിന്ന് 25ഓളം സീറ്റുകൾ കർണാടകയിൽ നിന്ന് കിട്ടും, 2 സീറ്റ് തെലങ്കാനയിൽ നിന്ന്, 5 സീറ്റ് തമിഴ്നാട്ടിൽ നിന്ന്, 2 സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് എന്നുള്ളതാണ് ദേശീയ നേതൃത്വം തെക്കേ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 5 സീറ്റ് തമിഴ്നാടിൽ നിന്നും 2 കേരളത്തിൽ നിന്നും തെലങ്കാനയിൽ നിന്നുള്ള സീറ്റുകൾ നേരത്തെ 2 ഉണ്ടായിരുന്നു, അത് 5 ആക്കുക, അത് ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ 400 എന്ന് പറയുന്ന 400+ എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് തെക്കേ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. 19 സീറ്റുകളിലാണ് അവർ ആകെ മത്സരിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ BJP നേരിട്ട് മത്സരിക്കുന്നത് 19 എണ്ണത്തിൽ മാത്രമാണ്. ഈ 19-ൽ നല്ല മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കോയമ്പത്തൂരിൽ അണ്ണാമലൈ മത്സരിക്കുന്ന മണ്ഡലമാണ്. അണ്ണാമലൈ തമിഴ്നാട്ടിൽ പയറ്റുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട്. അത് BJPയുടെ ദേശീയ നേതൃത്വം അണ്ണാമലയെ പോലും അംഗീകരിച്ച ഒരു രാഷ്ട്രീയമാണ്. എന്ന് പറഞ്ഞാൽ BJP ദേശീയ തലത്തിൽ എങ്ങനെയാണോ BJP അത് അപ്പാടെ അവിടെ കൊണ്ടുപോയി പയറ്റുകയല്ല. തമിഴ്നാട്ടിൽ എന്താണോ വേണ്ടത്, തമിഴ്നാട്ടിൽ തമിഴ് പൊളിറ്റിക്സ് ആണ്, ദ്രവീഡിയൻ പൊളിറ്റിക്സ് ആണ്, തമിഴ് മക്കളാണ്.
ഈ തമിഴ് മക്കൾക്ക് എന്ത് പൊളിറ്റിക്സ് വേണോ അത് ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ആണ്. അതിൻ്റെ ഒരു BJP വേർഷൻ അവിടെ തമിഴ്നാട്ടിൽ നടപ്പാക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ UP-യിൽ പറയുന്ന പോലെ രാഷ്ട്രീയം കേരളത്തിൽ നടക്കില്ല, UP-യിൽ പറയുന്ന പോലെ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ നടക്കില്ല. അത് തിരിച്ചറിഞ്ഞ് തമിഴ്നാടിന് വേണ്ടിയുള്ള ഒരു BJP രാഷ്ട്രീയം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അണ്ണാമലയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. എൽ മുരുകൻ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ അവിടെ നടത്തിയത് വേൽ യാത്രയായിരുന്നു. ആ വേൽ യാത്ര കഴിഞ്ഞ് അണ്ണാമലയായപ്പോൾ അണ്ണാമലൈ തൻ്റെ യാത്രയ്ക്ക് പേരിട്ടത് എൻ മക്കൾ എൻ മണ്ണ് എന്നുള്ളതാണ്. ഈ മണ്ണിൻ്റെ മക്കൾ വാദത്തിൽ തമിഴ്നാട്ടിന് വലിയ പങ്കുണ്ട്. തമിഴ്നാട് അല്ലെങ്കിൽ തമിഴന്മാർ എന്നുള്ളതിന് വലിയ അഭിമാനികളാണ്. അപ്പോൾ ആ പേര് തന്നെ, ആ യാത്ര തന്നെ വലിയ സ്വീകാര്യത അണ്ണാമലയ്ക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് വോട്ടായി മാറുമോ എന്നറിയണം. കോയമ്പത്തൂരിൽ മാത്രമല്ല, ഇപ്പം നീൽഗിരി മണ്ഡലത്തിൽ എൽ മുരുകൻ മത്സരിക്കുന്നുണ്ട്. ചെന്നൈയിൽ തമിഴിസൈ സുന്ദരരാജ് മത്സരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള 5 മണ്ഡലങ്ങൾ വളരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ മത്സരിക്കുന്നു. മാത്രമല്ല പട്ടാളി മക്കൾ കച്ചി ഉൾപ്പെടെ AIADMK വേർപിരിഞ്ഞു വന്ന ഒരു സംഘം, അങ്ങനെയുള്ള ഒരു ടീം ഓഫ് നല്ല കക്ഷികൾ, ചെറിയ കക്ഷികളാണെങ്കിലും ആ ചെറിയ കക്ഷികളാണെങ്കിലും മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്താനും BJP തമിഴ്നാട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. AIADMK പകരം ഒരു ശക്തിയായി, ഒരു ബദൽ ശക്തിയായി വളർന്നു വരാനാണ് BJP ശ്രമിക്കുന്നത്. DMK-ക്കെതിരെ കുടുംബാധിപത്യത്തിൻ്റെയും അഴിമതിയുടെയൊക്കെ വലിയ ആരോപണങ്ങൾ അണ്ണാമലൈ മുന്നോട്ട് വെക്കുന്നതും DMK-ക്കും DMK-ക്കും പകരം ഒരു ബദൽ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്. ഇക്ബാൽ അറക്കൽ, തമിഴ്നാട്ടിലെ പോരാട്ട ചൂട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു അവർ. 19-ാം തീയതി ആദ്യഘട്ട വോട്ടെടുപ്പിൽ നമ്മുടെ അയൽപ്പക്കമായ തമിഴ്നാട് വിധിയെഴുതാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നതെടുത്ത് പ്രത്യേകം പരിശോധിച്ചത്.